ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകാൻ പോവുകയാണ്. ഇനിയുള്ള ഒരു മാസ കാലയളവിൽ നിറയെ വാർത്തകളായിരിക്കും, ഒരുപാട് റൂമറുകളൊക്കെ വരും. ഇപ്പം തന്നെ ഓൾറെഡി റൂമറുകളൊക്കെ വന്ന് വളരെ സജീവമാണ്. വിവിധ താരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. എന്തായാലും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ, അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പേരായിരിക്കും. കാരണം സിറ്റിക്ക് അത്രയും ഡെസ്പറേറ്റ് ആണ്. അവർക്ക് നിരവധി താരങ്ങളെ അത്യാവശ്യമാണ്. ഈ ഒരു മോശം ഫോമിൽ നിന്ന് അവർക്ക് കടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നിർണായകമായ പല പൊസിഷനിലും നിർണായകമായ സൈനികൾ വേണം. പെപ് ഗാർഡിയോള തന്നെ, അവരുടെ കോച്ച് തന്നെ അത് സൂചിപ്പിച്ചു. കാരണം ചില താരങ്ങൾ അത്യാവശ്യമാണെന്നുള്ള രീതിയിലുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. മാർക്കറ്റിൽ എങ്ങനെ അവൈലബിൾ ആവുമെന്ന് നോക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ സാധ്യതയില്ല ഇനി എന്നൊക്കെയാണ് പെപ് ഗാർഡിയോള പറയുന്നത്. പക്ഷെ എന്തായാലും അവർ ടീമിനെ സെറ്റ് ചെയ്ത് റീബൗണ്ട് ചെയ്ത് വരാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും നടത്തുക. സാധാരണ പെപ് ഗാർഡിയോള ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ പൊസിഷനാണ്. റോഡ്രിയുടെ അഭാവം നികത്താൻ താൽക്കാലികമായെങ്കിലും ആർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം കേൾക്കുന്ന പേരുകൾ ഒന്ന് സുബിമെൻഡിയുടെ പേരാണ്, റയൽ സോസിഡാഡിന്റെ സ്പാനിഷ് ആയുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ. പിന്നെ അതുകൂടാതെ തന്നെ ബ്രൂണോ ഗിമറൈസിന്റെ പേരും കേൾക്കുന്നുണ്ട്. അപ്പം സുബിമെൻഡിയും ഗിമറൈസിന്റെ പേരുകളാണ് പ്രധാനമായും സിറ്റിയുമായി ചേർത്ത് കേൾക്കുന്നത്. അതിനൊപ്പം തന്നെ എറ്റലാൻഡയുടെ പ്ലെയറായ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ എഡേഴ്സന്റെ പേരും നേരത്തെ ഉയർന്നിരുന്നു. പക്ഷെ ഇപ്പം അത്ര സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നില്ല സിറ്റിയുമായി ചേർത്ത്. അപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതിൽ സുബിമെൻഡി നമുക്കറിയാം, ലിവർപൂൾ നോക്കിയിരുന്നു കഴിഞ്ഞ സമ്മറിൽ. പക്ഷേ അവസാനം സുബിമെൻഡി റയൽ സോസിഡാഡിൽ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പം ഇനിയിപ്പം അദ്ദേഹം മാറാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം പ്രീമിയർ ലീഗിലേക്കൊക്കെ മാറാനുള്ള ഒരു താല്പര്യമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പം സുബിമെൻഡി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം ഗിമറൈസിനെ കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം ന്യൂകാസലിന്റെ വൈറ്റൽ പ്ലെയർ ആണ്. അത് മാത്രമല്ല അവർ വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരു ജനുവരിയിൽ. അപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്. സിറ്റിക്ക് അത് മാത്രം പോരാ, സിറ്റിക്ക് വേറെയും പൊസിഷനിലൊക്കെ പ്ലെയേഴ്സിനെ വേണം. ഇപ്പോൾ റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ കൈൽ വാക്കറിന്റെ പെർഫോമൻസ് വളരെ സ്ലോപ്പിയാണ്, പഴയ പേസ് ഒന്നുമില്ല. അപ്പം ആ ഒരു പൊസിഷനിലേക്ക് ഒല ഐനയാണ് സിറ്റി ഇപ്പം നോക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ റൈറ്റ് ബാക്ക് ആണ് ഒല ഐന. മികച്ച പ്ലെയർ ആണ്, നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ മുന്നേറ്റത്തിൽ വലിയ റോൾ വഹിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പം പോയിന്റ് ടേബിൾ 2ാം സ്ഥാനത്താണ് ഫോറസ്റ്റ് നിൽക്കുന്നത്. പക്ഷെ അവർ വിട്ടു നൽകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം ജനുവരിയിൽ ഇത്രയും വൈറ്റലായുള്ള ഒരു പ്ലെയർ അവർ വിട്ടു നൽകുമോ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു താരം, അല്ലെങ്കിൽ മറ്റൊരു പൊസിഷനിലേക്ക് ഒരു താരത്തിന്റെ പേര് കേൾക്കുന്ന സെൻട്രൽ ബാക്ക് ആയിട്ട് മാർക്ക് ഗുവേഹിയെ നോക്കുന്നു എന്നുള്ളതാണ്. ഗുവേഹി നിലവിൽ ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയർ ആണ്. പക്ഷെ അത്ര എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു പ്ലെയർ അല്ല. പക്ഷേ സെൻട്രൽ ബാക്ക് എന്നുള്ള രീതിയിൽ സിറ്റിക്ക് ഒരു എഡീഷൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് റൂബൻ ഡയസ് ഉൾപ്പെടെയുള്ള സെൻട്രൽ ബാക്ക് താരങ്ങൾക്കൊക്കെ തുടർച്ചയായിട്ട് പരിക്കുകൾ സംഭവിക്കുന്നു. ജോൺ സ്റ്റോൺസ് ആണെങ്കിലും. അപ്പോൾ അത് സിറ്റിയെ ശരിക്കും ഉലച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബാക്കപ്പ് കറക്റ്റായിട്ട് വേണം. അപ്പം ഗുഹയുടെ പേര് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സിറ്റിയുമായി ചേർത്ത് കേൾക്കുന്നുണ്ട്. പിന്നെ മറ്റു പേരുകളും കേൾക്കുന്നുണ്ട്. ഇപ്പം അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകും നമുക്കറിയില്ല. അപ്പോൾ ഫ്ലോറിയാൻ വിറ്റ്സിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതുകൂടാതെ ജമാൽ മുസിയാലയുടെ പേര് കേൾക്കുന്നുണ്ട്. ഭാവിയിലേക്ക് ചിലപ്പോൾ അതൊക്കെ സാധ്യമാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പം നിലവിൽ ജനുവരിയിൽ ബയൺ മ്യൂണിക്ക് മുസിയാലയെയും വിറ്റ്സിനെ ബയൺ ലെവർക്യൂസിനും വിട്ടു നൽകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും സിറ്റിയിൽ ഒരു 3-4 താരങ്ങൾ വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം സിറ്റിക്ക് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്ന് തെളിയിക്കേണ്ടതുണ്ട്. പെപ് ഗാർഡിയോള തൻ്റെ കരിയറിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടില്ല. അപ്പം അത് മറികടക്കേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ്. പിന്നെ മറ്റ് ടീമുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ലിവർപൂളിനെ സംബന്ധിച്ച് ലിവർപൂൾ അത്രയും ഡീസൻറ്റ് ഫോമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രീമിയർ ലീഗിലാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ലോട്ടിൻ്റെ താരങ്ങൾ ഒന്നടങ്കം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പം ട്രാൻസ്ഫർ വിൻഡോയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുമായി ബന്ധപ്പെട്ട് വലിയ എഡീഷൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓൾറെഡി സ്ലോട്ടിനോട് ചോദിച്ചപ്പോൾ സ്ലോട്ട് പ്രസ് മീറ്റിൽ ചിരിക്കുകയാണ് ചെയ്തത്. അവർക്ക് അത്രയും നല്ല പ്ലെയേഴ്സ് ഉണ്ട്, നല്ല ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് തന്നെ അവർക്കുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല, ഇനിയുള്ള സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട താരങ്ങളുടെ കോൺട്രാക്ട് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ കട്ട് തീരുമാനം ലിവർപൂൾ മാനേജ്മെന്റ് എടുക്കേണ്ടതുണ്ട്. മുഹമ്മദ് സല, പിന്നെ അതുകൂടാതെ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ്, പിന്നെ വാൻ ഡൈക്ക്. ഇതിൽ വാൻ ഡൈക്ക് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സലയുടെ കാര്യത്തിൽ നല്ലൊരു കോൺട്രാക്ട് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ലിവർപൂളിന് മുമ്പിൽ ഉള്ളത്. പിന്നെ അർണോൾഡ് ലിവർപൂൾ വിട്ട് റയൽ മാഡ്രിഡിലേക്ക് പോകുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. അത് സംബന്ധിച്ചുള്ള ധാരണയൊക്കെ ആയി എന്നുള്ള റൂമറുകളൊക്കെ വരുന്നുണ്ട്. എത്രത്തോളം അതൊക്കെ ശരിയാണെന്ന് അറിയില്ല. അപ്പം അതായിരിക്കും ലിവർപൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ്. അതായത് അവർക്ക് ഈ ഒരു 3 താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതായിരിക്കും. കാരണം അവർക്ക് വലിയ എഡീഷൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ കിയേസ വന്ന് വലിയ പ്രതീക്ഷയോടെ വന്നെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് പ്ലേയിങ് ടൈം ഒന്നും ലഭിച്ചില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇഞ്ചുറി വന്നു. അപ്പം കിയേസയെ ചിലപ്പം നാപ്പോളിയിലേക്ക് ലോണിൽ വിട്ടു നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്ന് പറയുന്നു ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇതാണ് ലിവർപൂളിനെ സംബന്ധിച്ച് പറയാനുള്ളത് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം. പിന്നെ മറ്റ് ടീമുകളിലേക്ക് വരികയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ്. യുണൈറ്റഡിന് വലിയ
ചേഞ്ചസ് ഒക്കെ വരേണ്ടതുണ്ട്. അതിപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്രത്തോളം ചേഞ്ചസ് വരും എന്നുള്ളതാണ് ഒരു ചോദ്യം. റൂബൻ അമോറിം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശൈലിയുമായിട്ട് ഇണങ്ങി കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഒന്നുമില്ല. പല പൊസിഷനിലും ഒരുപാട് പ്ലെയേഴ്സിനെ ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയോട് കൂടി കുറേ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും ചില സൈനിങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം മുന്നേറ്റ നിരയിൽ ഒരു താരത്തെ വേണം എന്നുള്ള ഒരു അഭിപ്രായം കുറേ ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾ സ്കോറെ, അതിപ്പം ആരുടെ പേര് എന്നുള്ളതാണ്. ഒരുപാട് പേരുകളുണ്ട്. ഇപ്പം ഗ്യോക്രസിൻ്റെ പേരാണ് കൂടുതൽ സജീവമായിട്ട് കേൾക്കുന്നത്. കാരണം സ്പോർട്ടിങ്ങിൻ്റെ പ്ലെയറാണ്, റൂബൻ അമോറിമിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം സ്പോർട്ടിംഗ് വിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്യോക്രസ് വരും. അത് സമ്മറിൽ വരുമോ അല്ലെങ്കിൽ ഈ ഒരു ജനുവരിയിൽ വരുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഗ്യോക്രസ് വളരെ ഡിമാൻഡുള്ള പ്ലെയറാണ്. മറ്റ് ക്ലബ്ബുകൾക്കൊക്കെ വളരെ താല്പര്യമുള്ള ഒരു പ്ലെയറാണ്. ഒരു നല്ല ഗോൾ സ്കോറാണ്. ഏറ്റവും സജീവമായിട്ട് ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിൽ നിൽക്കുന്ന ഒരു സ്ട്രൈക്കറാണ്. അപ്പം ഗ്യോക്രസിന്റെ പേരുണ്ട്. പിന്നെ വിക്ടർ ഓസിമൻ ആസ് യൂഷ്വൽ ഉണ്ട്. അതിപ്പോൾ പല ക്ലബ്ബുകളുമായി ചേർത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ യുണൈറ്റഡിന്റെ പേരും കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഇത്തവണ ശ്രദ്ധേയമാകാൻ പോകുന്നത് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകാൻ പോകുന്നത് മാർക്കസ് റാഷ്ഫോർഡിന്റെ എക്സിറ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. റാഷ്ഫോർഡ് ഇപ്പോൾ 4 മത്സരങ്ങളിലായിട്ട് പുറത്താണ്, സ്ക്വാഡിലില്ല. റൂബൻ അമോറിമുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റിലല്ല, അദ്ദേഹത്തിന്റെ പ്രൊജക്റ്റിൽ റാഷ്ഫോർഡ് ഇല്ല എന്നുള്ളത് ഏതാണ്ട് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ റാഷ്ഫോർഡിനെ ഈ ജനുവരിയിൽ തന്നെ വിൽക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. റാഷ്ഫോർഡ് ഇങ്ങോട്ട് പോകും. ഇപ്പോൾ PSG പേര് കേൾക്കുന്നുണ്ട്, ഇറ്റാലിയൻ ടീമുകളുടെ പല ടീമുകളുടെയും പേരുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോകും, ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അമോറിമിൻ്റെ ഒരു ഗെയിമിന് 3-4-3 എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശൈലി അനുസരിച്ച് ആ ഒരു ലെഫ്റ്റ് ബാക്ക് വളരെ സജീവമായിട്ട് കളിക്കുന്ന, വളരെ ആക്റ്റീവായി കളിക്കുന്ന, നല്ല പ്രസിംഗ് എബിലിറ്റി ഒക്കെ ഉള്ള ഒരു ലെഫ്റ്റ് ബാക്കിനെ ആവശ്യമാണ്. ഇപ്പോൾ ലെഫ്റ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ലൂക്ക് ഷോ ആണെങ്കിലും ടൈറൽ മെലേസി ആണെങ്കിലും അവർക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ പരിക്കൊക്കെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡാലോ ആണെങ്കിൽ ബേസിക്കലി റൈറ്റ് ബാക്കാണ്. അപ്പോൾ ആ ഒരു ജോബ് എത്രത്തോളം ഡാലോന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ആര് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ന്യൂനോ മെൻഡസിന്റെ പേരാണ് കേൾക്കുന്നത്. PSG പ്ലെയറാണ് അദ്ദേഹം. PSG തുടരാൻ താല്പര്യമില്ല. അപ്പം ന്യൂനോ മെൻഡസിനെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ യുണൈറ്റഡ് തുടങ്ങിയെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. 22-കാരനായ ന്യൂനോ മെൻഡസ് മികച്ചൊരു പ്ലെയറാണ്. നല്ല രീതിയിൽ വർക്ക് റേറ്റ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. അമോറിമിന്റെ ഗെയിമിന് പറ്റിയൊരു സ്യൂട്ടബിൾ ആയുള്ള ഒരു യങ് പ്ലെയറാണ്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് പരിക്കിന്റെ സാധ്യതകളുണ്ട്. ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ്. അപ്പോൾ അത് മാത്രമാണ് ഒരു ആശങ്ക. മറ്റു പേരുകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന റൂമറുകൾ. ഇനിയും സെൻട്രൽ ബാക്കുകളുടെ കാര്യത്തിൽ ഒക്കെ ചിലപ്പം റൂമറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു മിഡ്ഫീൽഡർ, നല്ല രീതിയിലുള്ള ഒരു മിഡ്ഫീൽഡർ വേണം എന്നുള്ള ഇങ്ങനെയുള്ള ഒരുപാട് റൂമേഴ്സ് യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ചെൽസിയെ സംബന്ധിച്ച് പറയാൻ, ചെൽസി റോബസ്റ്റ് ആയിട്ട് നല്ല രീതിയിലൊരു ടീമാണ്, വലിയ സ്ക്വാഡാണ് അവർക്ക്. അപ്പോൾ അവർക്ക് ശരിക്കും താരങ്ങളെ ഒഴിവാക്കാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പം ചുക്കമേക്ക ഉണ്ട്, പിന്നെ അതുകൂടാതെ തന്നെ ബെൻ ചിൽവെൽ. അപ്പോൾ ഇവരെയൊക്കെ, പിന്നെ മുദ്രിക്കാണെങ്കിൽ ഇപ്പം നിലവിൽ ഡ്രഗ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് തന്നെ ചെൽസിക്ക് ഉണ്ട്. അതായത് ഒഴിവാക്കേണ്ട കസഡയെ പോലുള്ള പ്ലെയേഴ്സ് അവരുടെ സ്ക്വാഡിനെ ഒന്ന് ട്രിം ചെയ്യുക എന്നുള്ളതായിരിക്കും മറസ്കയുടെ ലക്ഷ്യം. കാരണം മറസ്കയ്ക്ക് കൃത്യമായിട്ടൊരു ഓറിയന്റേഷൻ ഉണ്ട്. കാരണം അദ്ദേഹം ഇപ്പം നല്ല രീതിയിലൊരു ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പുതിയൊരു എഡീഷൻസിന് സാധ്യത കുറവാണ്. കാരണം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ എഡീഷൻസിന് സാധ്യത കുറവാണ്. നെക്സ്റ്റ് സമ്മറിൽ ഒരു നല്ല സ്ട്രൈക്കറെയൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല നല്ലൊരു ഡിഫൻഡറെ അവർക്ക് അത്യാവശ്യമാണ്. ഒരു സെൻട്രൽ ബാക്കിന്, എക്സ്പീരിയൻസ് ആയ ഒരു സെൻട്രൽ ബാക്കിന് ആവശ്യമാണ്. അതുകൂടാതെ തന്നെ ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ റോബർട്ട് സാഞ്ചസിന്റെ പെർഫോമൻസ് കൺസിസ്റ്റന്റ് അല്ല. അപ്പം നല്ലൊരു ബാക്കപ്പ് ഗോൾ കീപ്പറേയും കൂടെ അവർക്ക് ആവശ്യമാണ്. അപ്പം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ബാക്കപ്പ് ഗോൾ കീപ്പറെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷെ അവർക്ക് ഓൾറെഡി ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. പക്ഷേ ആ ഒരു ഹൈ പ്രൊഫൈൽ ആയുള്ള ഒരു ഗോൾ കീപ്പറെയാണ് അവർക്ക് വേണ്ടത്. അത് മിക്കവാറും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സാധ്യത കുറവാണ്. അപ്പം മറസ്ക മിക്കവാറും വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ആരും എഡീഷൻസ് വരാനുള്ള സാധ്യത കുറവാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നാണ് തോന്നുന്നത് ചെൽസിയെ സംബന്ധിച്ച്. പിന്നെ ആസനലിനാണെങ്കിൽ ആസനലിന് ഇപ്പം സാക്കയുടെ പരിക്കാണ് വലിയൊരു തലവേദനയായിട്ട് നിൽക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഫാബിയോ വിയറയുടെ ലോൺ കാലാവധി വെട്ടി ചുരുക്കി അദ്ദേഹത്തെ പോർട്ടോയിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഫാബിയോ വിയറ ബേസിക്കലി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. പക്ഷേ റൈറ്റ് വിങ്ങിലും കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. പെട്ടെന്ന് മറ്റൊരു താരത്തെ അവർ സൈൻ ചെയ്യുമോ എന്നുള്ള അറിയില്ല. അപ്പോൾ സാക്കയ്ക്ക് എന്തായാലും കുറച്ചു കാലം, 2 മാസമൊക്കെ കളത്തിന് പുറത്തിരിക്കേണ്ടി വരും. ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. പിന്നെ ആർസണലിന്റെ മുന്നേറ്റ നിരയിൽ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ് ഒരു സ്ട്രൈക്കർ അവർ സൈൻ ചെയ്യുമെന്നുള്ളത്. പക്ഷെ അത് സംബന്ധിച്ച് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ നീക്കങ്ങളൊക്കെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ അലക്സാണ്ടർ ഇസാക്കിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇസാക്കിനെയൊക്കെ ഇപ്പൊ ന്യൂകാസിൽ വിട്ടു നൽകുമെന്ന് തോന്നുന്നില്ല. 150 മില്യൺ ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ അത് സംബന്ധിച്ചുള്ള ഒരു നീക്കത്തിന് സാധ്യതയില്ല. പിന്നെ ഡേവിഡ് റായ്ക്ക് ഒരു കവറപ്പ് എന്നുള്ള രീതിയിൽ മറ്റൊരു ഗോൾ കീപ്പറെ ചിലപ്പം ലോണിൽ കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ആർസണലിന് ആ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടീമുകളെ, പ്രീമിയർ ലീഗിലെ പ്രധാനപ്പെട്ട ടീമുകളുടെ ഒരു സാധ്യത.